ഡിയർ സോൾസ്, നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. പിന്നെ നമ്മുടെ ചാനൽ, അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മളിട്ടതിൽ ഒരുപാട് പേരുടെ കമൻസ് കണ്ടു, സന്തോഷം. അതുപോലെ തന്നെ 1-2 പേര് ഒരു സജഷൻ പറഞ്ഞിരുന്നു നമ്മളോട്. അതായത് പിന്നെ നിയർ ഫ്യൂച്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വേറൊരാൾ കരിയറിനെ കുറിച്ച് പറഞ്ഞു. അത് 2 പേരാണ് എനിക്ക് ഒരു നിർദ്ദേശം തന്നത്. തീർച്ചയായിട്ടും ചെയ്യാം. അതിൽ കരിയർ ആൻഡ് ഫിനാൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ 2-5 വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ അതിനകത്ത് റെസ്പോൺസ് വളരെ കുറവാണ്. അപ്പോൾ അതിന് പിന്നെ നമുക്കൊരു മടുപ്പ് തോന്നും. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബന്ധങ്ങൾ മാത്രമല്ല മാനദണ്ഡം ജീവിതത്തിൽ. നമ്മളുടെ പ്രോസ്പെരിറ്റി, അബണ്ടൻസ് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാൽ, സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് ചെയ്യാൻ എനിക്ക് തോന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ തരുന്ന കൂലി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അത് നിങ്ങൾ കാര്യമായിട്ട് അതിനുള്ള പിന്നെ റിപ്ലൈ ഇടണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള വിഷയങ്ങൾ പറയണമെങ്കിൽ, ചെയ്യണമെങ്കിൽ നമുക്ക് അതും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് സൂട്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കുറേ പേരുടെ എനർജിയാണ് നമുക്ക് അന്ന് കിട്ടിയത്. ആ എനർജി അല്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ വ്യൂവേഴ്സ് ഉണ്ടാവും. അവരുടെ എനർജിയാണ് വരുന്നത്. അവിടെ ഏസ് ഓഫ് സൂട്ട്സ് വന്നിട്ടുണ്ട്. ചാലഞ്ചിങ് ആൻഡ് തിങ്കബിൾ ലവ് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പം വളരെ ചാലഞ്ചിങ് ആണ് ഈ ഒരു ബന്ധം. എന്നുവെച്ചാൽ വളരെ ആലോചിച്ചിട്ട് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ആ അവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉറക്കമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉറക്കമില്ല എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഐസൊലേറ്റഡ് ആയിരിക്കുന്ന, റിഗ്രറ്റ്ഫുൾ ആയിരിക്കുന്ന ഒരു സ്നേഹം ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ അതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ഉള്ളത് എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്താ പറയണത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒരു ജഡ്ജ്മെൻറ്റ്, ചാലഞ്ചിങ് ആൻഡ് കാർമിക് ലവ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കാർമിക് ലവ് ആണ്. കാർമിക് ലവ് ആവുമ്പോൾ നമ്മൾക്ക് ഇതേമാതിരിയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് നിങ്ങളുടെ കാർമിക് സൈക്കിൾ എപ്പോൾ എൻഡ് ആകുന്നുവോ അപ്പോഴാണ് നിങ്ങൾക്ക് അതിന് റിസൾട്ട് വരിക എന്നാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കാർമിക് സൈക്കിൾ എൻഡ് ആകണം. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ആ കാർമിക് സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ചലഞ്ചിങ് നമുക്ക് 2 കാർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. റേഷണൽ ആൻഡ് പിന്നെ ലെവൽ ഹെഡഡ് ലവ് എന്ന് പറയുമ്പോൾ ദ എംപററാണ് ആൾ. എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം കുറച്ച് ഈഗോ ഉള്ള ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നു. അപ്പം പെട്ടെന്ന് അങ്ങ് താഴ്ന്നു തരുന്ന സ്വഭാവമില്ല. ഹി ഓർ ഷീ ആരായാലും, ഇവിടെ എംപറർ വന്നതുകൊണ്ട് ഇവിടെ ജെൻസിനെ മാത്രം ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കേണ്ട. ഹി ഓർ ഷീ, നിങ്ങൾ ഈ തരത്തിലുള്ള ഒരു പാർട്ട്ണർ ആണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. അവരെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. സോ അവർക്ക് എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ രീതിയിലുള്ള കുറച്ച് പിന്നെ സിറ്റുവേഷനാണ് ഉള്ളതെന്നാണ് കാണിക്കുന്നത്. എന്നാൽ അതിന് ഒരു മാറ്റം വരുമെന്നാണ് കാണിക്കുന്നത്. ദ ജസ്റ്റിസ്, ഫെയർ ആൻഡ് ഡിസേർവിങ് ലവ്. പക്ഷേ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിലും നിങ്ങളോട് വളരെയധികം സ്നേഹമാണ്, ഉള്ളിൽ സ്നേഹം വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷിക്കുന്നു. കുറേ കാർമിക് ലൈഫാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കാർമിക് ലവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ സഹിക്കേണ്ടി വരും, അല്ലെ അനുഭവിക്കേണ്ടി വരും. ഇത്തരം കുറച്ച് വിഷമങ്ങൾ, പീഡനം എന്ന് തന്നെ പറയാം, മാനസികമായിട്ട് പീഡിപ്പിക്കുക തന്നെയാണിത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ്. എങ്കിൽ നിങ്ങളോട് വളരെയധികം സ്നേഹവുമാണ്. സ്നേഹത്തിനൊന്നും ഇവിടെ യാതൊരു കുറവുമില്ല. വളരെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളോടുള്ളത് എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ഒരു കരിസ്മാറ്റിക് ആൻഡ് കോൺഫിഡൻസ് ആയിട്ടുള്ള ലവ് ആണ് കാണിക്കുന്നത്.
അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എത്രയൊക്കെ വിചാരിച്ചിട്ട് കഴിയുന്നില്ല എന്ന് കാണുന്നു. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിക്കും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കഴിയുന്നില്ല. എത്ര വിചാരിച്ചു വേണ്ട, നമുക്കിനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനെ പിന്നെ മനപ്രയാസപ്പെടുന്നത്. കാരണം വെച്ചാൽ ഈഗോ കാണുമ്പോൾ നമുക്ക് അത്ര വലിയൊരു സന്തോഷമൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നിങ്ങൾ വിചാരിച്ചെങ്കിൽ പോലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാൻ കഴിയാത്തതും നിങ്ങളുടെ ആ ഒരു സോൾ കോൺട്രാക്റ്റ് ആണ്. ഇവിടെ സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിലൊക്കെ ഈ വ്യക്തിയുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതാണ് ഈ കാർമിക് വരുന്നത്. ഈ കർമ്മ തീരണം. ആ കർമ്മ എന്ന് പറയുന്ന സത്യമാണ്. കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മ ഈ ജന്മവും നിങ്ങളെ പിന്തുടരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ രണ്ടുപേരെയും പിന്തുടരുന്നു എന്നാണ്. ആ കർമ്മ കഴിയുന്നത് വരെ നമ്മൾ ഇത് കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും എന്നാണ്. എന്നാൽ നിയർ ഫ്യൂച്ചർ പിന്നെ ക്യൂൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അതായത് ഹോൾ ഹാർട്ടഡ് ആൻഡ് ഫിയർലെസ് ആയിട്ടുള്ള ആ ഒരു സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കാരണം എത്ര മാറി നിന്നാലും എന്തെല്ലാമാണ് എന്ന് പറഞ്ഞാലും എനിക്കിനിയിപ്പം ഇതെന്ത് ചെയ്യാനാ, ഞാനിനി ഇതിനകത്ത് നിൽക്കണ്ടെന്ന് കരുതിയാലും പിന്നെയും വീരും. കാരണം നിങ്ങൾ സോൾ കോൺട്രാക്റ്റാണ്. അവിടെ നിങ്ങൾ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന കർമ്മങ്ങൾ ഞാൻ വന്നിരിക്കും. കാരണം നമ്മുടെ സോളിനെ നമുക്ക് ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈൻ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണത്. നമ്മുടെ സോളിനെ പിന്നെ പ്യൂരിഫൈ ചെയ്യാൻ ഡിവൈൻ ചെയ്യുന്ന പ്ലാനാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നല്ലതിനാണ്. കാരണം വെച്ചാൽ നമ്മളുടെ സോളിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നല്ലതായാലും നല്ലതല്ലാത്തതായാലും അതിനെ ഒക്കെ നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ അതിന് ആൻസർ ചെയ്യേണ്ടി വരും എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം അതുതന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഗോസിപ്പിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കാണുന്നത്. വളരെ പേടിയായിരുന്നു. മറ്റുള്ളവർ എന്ത് കരുതും, എന്താ ചിന്തിക്കുക, നിങ്ങളുടെ ബന്ധം എന്താണോ, എക്സ്ട്രാ മാരിറ്റലാണോ, സിംഗിളാണോ, ഇനിയിപ്പോൾ നിങ്ങൾ മാരീഡാണോ, എന്തായാലും മാരീഡിന് പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല എങ്കിൽ പോലും ബാക്കി പിന്നെ കാറ്റഗറിയിൽ വരുന്ന ബന്ധങ്ങൾ ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിന്നെ ഒരിക്കലും തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ നിന്നെ കെയർ ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കർമ്മയാണ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈഗോയിസ്റ്റ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് പലതും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സമയത്തിന് തന്നിട്ടില്ല. അത് പിന്നെ ആൾക്ക് നന്നായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. എന്നാൽ യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്, എൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ എൻ്റെ കുറവുകൾ, എൻ്റേതായ പ്രശ്നങ്ങളിൽ നീ എനിക്ക് എപ്പോഴും അത് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് സ്നേഹവും ഒരു ആത്മാർത്ഥതയും ഇവിടെ കൂടുതലുണ്ട്. കാരണം ഈ ആളുടെ തെറ്റുകളായാലും ശരി, കുറ്റങ്ങളായാലും ശരി, എന്തൊക്കെ പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങൾ നിങ്ങൾ അതിനെ പിന്നെ തിരുത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് ആൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ വളരെയധികം ഗിൽറ്റി ഉണ്ട്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്, ഞാൻ മൂലമുണ്ടായ ചില തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ വളരെയധികം പെയിൻഫുള്ളായ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്, ഗിൽറ്റിയാണ്. അപ്പോൾ വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെന്നറിയാം. നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെങ്കിലും ആ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് അടുത്ത കാർഡ് തന്നെയാണ് പറയണത്. ഇൻസെപ്പറബിൾ, അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും നമ്മുടെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പിന്നെ നിങ്ങൾ വളരെ അകലങ്ങളിൽ ഇരുന്നിട്ടായിരിക്കാം. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് വളരെയധികം ഇതിനകത്തുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതാണ് അപ്പോൾ അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ബന്ധത്തിൽ എന്തെല്ലാം ഇവിടെ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ ആ സ്നേഹം, നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ടും ഹൃദയം തുറന്നും സംസാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അത് തിരിച്ച് നിങ്ങൾക്ക് തന്നിട്ടില്ല. തരാത്തതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, ഈഗോയിസ്റ്റ് പേഴ്സണാണ് ഒന്ന്. രണ്ടാമത് കാർമിക്കിൻ്റെ ആ ഒരു പിന്നെ വിഷമങ്ങൾ കൂടി നിങ്ങളുടെ ലൈഫിലുണ്ട്. പിന്നെ സോൾ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് വിട്ടുപോകാനും പറ്റില്ല. ഇതാണ് കേട്ടോ. ഇപ്പം നെക്സ്റ്റ് വന്നിരിക്കുന്നത് അൺവർത്തി, യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. പിന്നെ നീ എന്നേക്കാൾ ബെറ്ററാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്ന റിയൂണിയൻ, വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. അപ്പോൾ ആൾക്ക് ആ പ്രതീക്ഷയുണ്ട്.
നിങ്ങളോട് മിണ്ടിയില്ല, അല്ലെ നിങ്ങൾക്ക് ഒരു പിന്നെ മെസ്സേജ് വന്നില്ല, അല്ലെ കോൾ വന്നില്ല, നിങ്ങളെ കാണാൻ വന്നില്ല, ഇതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ആഗ്രഹവും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നാണ്. അപ്പോൾ പിന്നെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തു. പിന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് അവർക്ക് അവരുടെ വ്യക്തി വന്നു എന്നും വിളിച്ചു എന്നും അങ്ങനെ കാണാൻ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മൾ പിന്നെ ഇതിനകത്ത് കാർഡിൽ കണ്ട പോലെ കാര്യങ്ങൾ നടക്കുന്നു, അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. നിങ്ങൾ അങ്ങനെ ചോദിച്ച ഒരാളുണ്ട്, ആ ആളിനോടാണ് പറയണത് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ഡോൺ വറി, വെയിറ്റ് ചെയ്യൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാർമിക് എൻഡിങ് ആവണം, കാർമിക് സൈക്കിൾ എൻഡിങ് ആവണം. നെക്സ്റ്റ് കാർഡ് നമുക്ക് ഗൈഡൻസ് മെസ്സേജാണ്, ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. ഡ്രീം കം ട്രൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നം നടക്കുമെന്നാണ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് കഴിഞ്ഞ കാർഡിൽ കണ്ട ആളുകളുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ഫാസ്റ്റായിരുന്നു, വളരെ വേഗത്തിൽ കിട്ടി. എന്നാൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് കുറച്ച് താമസം വരും, എങ്കിൽ പോലും നിങ്ങളുടെ ഡ്രീം സത്യമാവും എന്നാണ്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. നിങ്ങൾ ഈശ്വരനിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിങ്ങളുടെ വ്യക്തിയെ കൂടി നന്നായിട്ട് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റീയൂണിയൻ എത്രയും വേഗം നടക്കണേ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.